2015 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു സ്പാനിഷ് വസന്തം പറന്നിറങ്ങി. ഒരു ലെഫ്റ്റ് ഫുൾ ബാക്ക് എന്നുള്ള നിലയിലേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു ഡിഫൻഡറും അതുപോലെ തന്നെ ഒരു അറ്റാക്കറും എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 10 സീസൺ കഴിഞ്ഞിട്ടും ആ ഒരു പൊസിഷനിലേക്ക് കളിക്കാൻ പറ്റിയ ഒരു ഇന്ത്യൻ പ്ലെയറോ ഒരു പക്ക കോൺസ്റ്റന്റ് ഫോം കാഴ്ചവെക്കുന്ന ഒരു ഫോറിൻ പ്ലെയറോ ഇന്നേ വരെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു സത്യം. ഒരു ഫോറിൻ പ്ലെയർ എന്നതിനേക്കാളും ഒരു ആക്യുറസി അതുപോലെ തന്നെ സെറ്റ് പീസുകളുടെ കാര്യത്തിലുള്ള കൃത്യത അങ്ങനെ എല്ലാവിധ എലമെന്റ്സ് എടുത്ത് നോക്കിയാലും ഹോസുവിനെ പോലെ ഒരു പ്ലെയർ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടില്ല എന്നത് സത്യമാണ്. ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഹോസുവിന് ഇപ്പോഴും കേരളത്തിലും മലയാളികൾക്കിടയിലും ഒരു സ്ഥാനം തന്നെയുണ്ട്. കാരണം അദ്ദേഹത്തെ ഇപ്പോൾ കിട്ടിയാലും സൈൻ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫാൻസ്. ജോസുവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രോസിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ സിഗ്നേച്ചർ മൂവ് എന്നൊക്കെ പറയാം. കാരണം അതുപോലെ തന്നെ സെറ്റ് പീസുകളും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേസിംഗ് ആയിട്ടുള്ള സെറ്റ് പീസും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ക്രോസുകളും ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം മികച്ചൊരു ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ അത്രയും നാൾ നിന്നതും മലയാളികൾ മറക്കാതെ അദ്ദേഹത്തെ ഇപ്പോഴും ഓർമ്മിക്കുന്നതും.